ഈ ചർച്ച കേൾക്കുന്ന മലയാളികൾ വിലയിരുത്തട്ടെ. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട ദിവസം വൈകുന്നേരം യൂത്ത് ലീഗിന്റെ നേതാവ് ചർച്ചയിൽ പറയുകയാണ്, എല്ലാ കൊലപാതകത്തിലും ഒരു വശത്ത് CPM ആണെന്ന്. ഏതു വശത്താണ്? മരിച്ചു വീണ മനുഷ്യന്റെ വശം അല്ലേ? ഇന്നത്തെ കൊലപാതകത്തിൽ ഒരു വശത്ത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഒരാളുടെ ജീവൻ പോയിരിക്കുന്നു. ഒരാളെ കുത്തി കൊന്നിട്ട് ഒരു വശത്ത് നിങ്ങളാണ് എന്ന് പറയണമെങ്കിൽ സാമാന്യമായ ഒരു മര്യാദകേട് പോരാ, അതിനേക്കാൾ വലിയ മര്യാദകേട് വേണം. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ അംഗങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? നിറവയറുമായി ആശുപത്രിയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാനസികാവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? മറ്റു കുടുംബാംഗങ്ങൾ, നിങ്ങൾ ഈ ചർച്ചയിൽ പറയാണ് ഒരു വശത്ത് നിങ്ങളാണെന്ന് അല്ലേ? കൊല്ലപ്പെട്ട ആള് ഞങ്ങളുടെ പ്രവർത്തകനായതുകൊണ്ട് ഒരു വശത്ത് നിങ്ങളാണ്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 6 പേർ കേരളത്തിൽ കൊല്ലപ്പെട്ടു. ഞങ്ങളാണ് ഒരു വശത്ത്, ഞങ്ങളെയാണ് കൊന്നത്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? നിങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പ്രതി ചേർത്തില്ല എന്ന്. നിങ്ങൾക്ക് കിട്ടിയ വിവരം തെറ്റാണ്. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല, നിങ്ങൾ ശരിയായ വിവരം ശേഖരിക്കുക. ഇർഷാദ് ഉൾപ്പെടെ 3 പേരെ പ്രതി ചേർത്ത് കഴിഞ്ഞു, പ്രതി ചേർത്തിരിക്കുന്നു. ഇനി പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ നടപടി പ്രഖ്യാപിക്കുക ചർച്ചയിൽ. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ വിട്ടു. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ വാദിക്കുന്നതിനും അപ്പുറം യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിവുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് P ജയരാജൻ പ്രതിയാണോ? ആ പ്രതി പട്ടികയിൽ ചേർത്ത് സംബന്ധിച്ച വിവരം നിങ്ങൾ പറയാമോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ആ പേര് പറഞ്ഞത്? ആ കേസ് കോടതി വിധിയെല്ലാം കഴിഞ്ഞതല്ലേ? അതിൽ അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിയായിരുന്നോ? എന്ത് പച്ചക്കള്ളവും ഒരു കൊലപാതകത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി പറയാം എന്ന് പറയുന്നത് ന്യായമാണോ? നിങ്ങൾ ഫസൽ വധക്കേസിനെ കുറിച്ച് പറഞ്ഞു. ഫസൽ വധക്കേസിൽ CBIയെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ഞങ്ങളുടെ 2 നേതാക്കന്മാരെ ഇപ്പോൾ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഫസലിനെ കൊന്നത് താനാണ് എന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുപ്പി സുബീഷ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ വെളിപ്പെടുത്തിയ സംഭവം നിങ്ങൾക്കറിയോ? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ആരാണ് കുപ്പി സുബീഷ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അയാൾക്ക് വേണ്ടിയാണോ നിങ്ങൾ വക്കാലത്തെടുക്കുന്നത്? ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഇതിലും പറയുന്നു, നല്ല ബോധ്യത്തോടെ പറയുന്നു, വെല്ലുവിളിക്കുന്നൊന്നുമില്ല, പറയുന്നു. എനിക്ക് 100% ഉറപ്പുണ്ട്, ആ കേസിൽ ഇപ്പം നിങ്ങളെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നിരപരാധിത്വം തെളിയിച്ച് സൂര്യ തേജസ്സോടെ പുറത്തു വരും. അവർ സ്വപ്നത്തിൽ അറിയാത്തൊരു കാര്യം ഉയർത്തി അവരെ വേട്ടയാടുകയാണ്. യഥാർത്ഥ പ്രതി താനാണെന്ന് പ്രതി സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ തെളിവുകൾ, രേഖകളുണ്ട്. കോടതി ആ കേസെടുക്കട്ടെ, നമുക്ക് കാണാം എവിടെ എത്തുമെന്ന്. ആ കേസിൽ വിധി പറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ആ ചർച്ച തുടരാം. ഇവിടെ CBI അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. പെരിയയിലെ വധക്കേസ് സംബന്ധിച്ച്, പെരിയയിലെ കേസിൽ ഞങ്ങളുടെ പാർട്ടി അംഗത്തെ പ്രതിയാക്കി തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അയാളെ ഞങ്ങൾ പുറത്താക്കുകയാണ് ചെയ്തത്. എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങളോടെ നിങ്ങൾ പറയുകയാണ് അത് CBIക്ക് വിടണം. സാധാരണ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ സമ്മതിക്കാറില്ല. സ്റ്റേറ്റ് പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നയം കോടതിയിൽ വാദിക്കും. അപ്പോൾ നിങ്ങൾ പറയാണ് വക്കീലന്മാരെ വലിയ ഫീസ് കൊടുത്തുകൊണ്ടൊന്നും. സാധാരണ വക്കീലന്മാരെ ചായ കൊടുത്താണോ കൊണ്ടുവരാറ്? ബാർ കോഴയിൽ അഴിമതിക്കാരെ രക്ഷിക്കാൻ നിങ്ങളുടെ ഗവൺമെന്റ് കപിൽ സിബലിനെ കൊണ്ടുവന്നപ്പോൾ കൊടുത്തത് എത്ര കോടി ഓർമ്മയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫീസ് അതായിരുന്നു. ഓരോ ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ നയം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വക്കീലന്മാരെ കൊണ്ടുവരാറുണ്ട്. പെരിയ കൊലപാതക കേസിൽ പ്രതികളെ സംരക്ഷിക്കാനല്ല, ആ പ്രതികൾക്കെതിരായ കേസ് അന്വേഷണം മുൻപോട്ട് പോയി, അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടമെത്തി, എല്ലാ നടപടികളും സ്വീകരിച്ചു. ഇനി ഇതിന്മേൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ കോടതി മറിച്ച് തീരുമാനിച്ചു. അപ്പോൾ ഇനി CBI വരട്ടെ. അത് എങ്ങനെയാണ് കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കലാവുന്നത്? ആ കേസിൽ നിങ്ങൾ ആരോപിച്ച പ്രതികൾ തന്നെയല്ലേ പ്രതികളായി വന്നിട്ടുള്ളത്? പ്രതികൾ മാറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വാദം? എന്താണ് നിങ്ങളുടെ ന്യായം? എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമുക്ക് സമയമെടുത്ത് ഇവിടെ ചർച്ച ചെയ്യാം. ഞാൻ ഒരു വിഷമവുമില്ല, ഏത് സമയത്തും നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാം. തിരുവനന്തപുരത്തെ കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞു? എല്ലാം നമുക്കറിയാമല്ലോ. ആർക്കാണ് അറിയാത്തതെന്ന് പറഞ്ഞു? എന്തറിയാമെന്നാ പറയുന്നത്? ആ കേസിൽ കോടതി വിധി വന്നിട്ടില്ലല്ലോ. ഇപ്പോഴും ജയിലിൽ കിടക്കല്ലേ? കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് മറ്റേ ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടക്കല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തറിയാമെന്നാ പറയുന്നത്? ഞാൻ പറയുന്നത് ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. OK കുഞ്ഞിക്കണ്ണന്റെ വധം, വത്സലന്റെ വധം, പൗലോസിന്റെ, സജീവന്റെ, കുട്ടിപ്പയുടെ എത്ര വധം, കുന്നക്കാവിലെ സുബ്രഹ്മണ്യന്റെ,
ജോബി ആൻഡ്രൂസിന്റെ, സജീവന്റെ എത്ര വധം? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനിയൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരാളെ കുത്തി മലർത്തിയിരിക്കുന്നു. ഖബറടക്കം കഴിഞ്ഞോന്ന് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. തോരാത്ത കണ്ണീരുമായ ഒരു കുടുംബം, ഗർഭിണിയായ ഭാര്യ, നിങ്ങൾ കഴിഞ്ഞ ദിവസം വീട് കയറി ആക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതിന്റെ ദൃശ്യം നമ്മൾ മുഴുവൻ കണ്ടതല്ലേ. എന്നിട്ട് ഇതിനെ തള്ളി പറയാതെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എല്ലാ തവണയും നിങ്ങൾ ആവർത്തിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് ഇതിനെ വെള്ളഭൂഷണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സംഘടനാ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഈ കൊലപാതകങ്ങളെ ആകെ തള്ളിപ്പറയാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ എത്ര നിർഭാഗ്യകരമാണത്. നിങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു സമാധാന അന്തരീക്ഷത്തിന് നിങ്ങൾ മുൻകൈയെടുക്കുമെന്ന് എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക? നിങ്ങൾ ഇപ്പോഴും പറയാണ് പോലീസ് ഉറപ്പിച്ചു പറയട്ടെ എന്ന്. കേസെടുത്താ പോരെ? പ്രതി ചേർത്താ പോരെ? ഇനി എങ്ങനെയാണ് ഉറപ്പിച്ചു പറയുക? ഇനി ഉറപ്പിച്ച് കോടതിയിലെത്തിയ കേസിൽ, അതാണ് ഞാൻ ഇസ്മയിലിന്റെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞു. പുറത്താക്കിയെന്നല്ല, നടപടിയെടുത്തു, ശക്തമായ നടപടിയെടുത്തു എന്നാ പറഞ്ഞു. ആ നടപടി വിവരം അച്ചടിച്ച ചന്ദ്രികാ പത്രം ഏത് ദിവസമായിരുന്നു അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ ആ വിഷയത്തിൽ നിങ്ങളുമായി തർക്കം അവസാനിപ്പിക്കാം. എന്ത് നടപടി? ലക്ഷങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്ത്? ഇത് മനുഷ്യത്വത്തിനെതിരാണ് അല്ലേ? നിങ്ങളും വിശ്വസിക്കുന്നില്ലേ ഒരു മനുഷ്യനെ കൊന്നാൽ അത് മാനവരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്ന്? എന്നിട്ട് അതിനെ ന്യായീകരിക്കണോ? ഇന്നത്തെ ദിവസമെങ്കിലും മിനിമം കൊലപാതകത്തെ ന്യായീകരിക്കാതിരിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കേണ്ടതാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യം യൂത്ത് ലീഗ് നേതാവ് ഇവിടെ സൂചിപ്പിച്ചത്, ഞാനിവിടെ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ചോദ്യമായി നിൽക്കുന്നു. ഞാനിത് എനിക്ക് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം നമ്മുടെ ചർച്ച കാണുന്ന ജനങ്ങളുടെ മുൻപാകെ അവരുടേതായ നിഗമനങ്ങൾ കൂടി ചേരുന്നതാണല്ലോ നമ്മുടെ ചർച്ച. അത് മതി. ഇപ്പോൾ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുൻപ് പി ജയരാജൻ്റെ പേര് നിങ്ങൾ ഉപയോഗിച്ചത് ഒരു പക്ഷേ ഇത് ഉദ്ദേശിച്ചായിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരാം. എന്നിട്ട് ആ കേസ് ഇപ്പോൾ എന്തായി എന്നുകൂടി അങ്ങ് പറയണം. കാരണം നിങ്ങളുടെ കയ്യിൽ ഭരണമുണ്ട് എന്നതുകൊണ്ട് CPM-ന്റെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടിയാൽ എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ആ കേസ്. നിങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാണ് അവർ ആശുപത്രി കിടന്നത്. ആശുപത്രി കിടന്ന് വെറുതെ രസത്തിനല്ലല്ലോ. എന്നിട്ട് എന്താ കേസെടുത്തത്? അങ്ങ് ആ കേസ് പരിശോധിച്ചിട്ടുണ്ടല്ലോ. 118 വകുപ്പ് ചേർത്തത്. ആശുപത്രിയുടെ പുറത്തുനിന്ന് CPM പ്രവർത്തകർ ഗൂഢാലോചന നടത്തിയത് ആശുപത്രിക്ക് അകത്ത് കിടക്കുന്ന ഇവർ രണ്ടുപേരും കേട്ടിട്ട് ഇവർ തടഞ്ഞില്ല. അങ്ങനെ ഒരു കേസ് അങ്ങയുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? ആ കേസൊക്കെ ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു. മനസ്സിലായില്ലേ?